ബ്രുവറി അഴിമതിയിൽ മന്ത്രി MP രാജേഷ് അടിച്ച ഒറ്റ ഡയലോഗിൽ സംഘിണികളുടെ സുജയ പാർവതിക്ക് പോലും വെളിവ് വീണു. ഈ അഴിമതി എന്ന് പറയുന്ന ആളുകളെ കൃത്യമായി എക്സ്പോസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് MP രാജേഷ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണെന്നല്ലേ അതുകൂടി കേൾക്കേണ്ടതുണ്ട്. സുജയയ്ക്ക് എന്തുകൊണ്ട് ഈ വെളിപാട് വീഴാൻ കാരണമായെന്ന് പറഞ്ഞാൽ, ഇന്നലെ മാപ്ര കോലുകൾ വളഞ്ഞു നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമെന്ന ചോദ്യം ഉന്നയിച്ച സന്ദർഭങ്ങളിലും അതിനെ വെച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയവർക്ക് മന്ത്രി കൊടുത്ത പഞ്ച് കോൺഫിഡൻസ് ഡയലോഗുണ്ട്. അല്ലല്ല, നിങ്ങളൊക്കെ നന്നായി വാർത്ത കൊടുത്തവരാ. എന്റെ നിങ്ങൾ ഓരോരുത്തരുടെയും തലക്കെട്ടുകൾ ഇരിപ്പുണ്ട്. അല്ലല്ല, നിങ്ങൾ കൊടുത്ത തലക്കെട്ടാ ഞാൻ പറഞ്ഞത്. അവരുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ. ചർച്ചയ്ക്ക് കൊടുത്ത തലക്കെട്ട്, പത്രങ്ങളിൽ കൊടുത്ത തലക്കെട്ട്, എങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ പറയുന്നു പ്രതിപക്ഷം പറഞ്ഞതാണ് ഞങ്ങൾ കൊടുത്തത് എന്ന്. പ്രതിപക്ഷം പറഞ്ഞത് മാത്രമല്ല, അതിനെ ശരിവെക്കുന്ന തരത്തിൽ നിങ്ങളും കൊടുത്തില്ലേ? ആദ്യം അതിലൊരു തീരുമാനമാവട്ടെ. വെള്ളത്തിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പ്രചരിപ്പിച്ച എല്ലാ കാര്യവും തെറ്റാണെന്നുള്ളത് വ്യക്തമാവും. നിങ്ങളെ ക്ഷമിക്കൂ. ഇതില് ഇപ്പോ 48 മണിക്കൂർ ആയുസ് ഉണ്ടായില്ലല്ലോ, അഴിമതി ആരോപണത്തിന് ഉണ്ടായില്ലല്ലോ. വെള്ളത്തിനും ആവാന്നേ, ഓരോന്നോരോന്നായിട്ട് പൊളിയട്ടെ. ഇത് സ്വയം പൊളിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്ന് കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നന്നായി അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഞങ്ങളെ എതിർത്ത് നന്നായിട്ട് വാർത്തയും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം അത്രയും ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ്. കേട്ടല്ലോ, ആ വാചകം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസം സതീശനും ചെന്നിത്തലയും ഒരുമിച്ച് വിളംബരം ചെയ്തുകൊണ്ടിരുന്ന ഒരു അഴിമതിയിൽ ഒരു വെളിപാടുണ്ടായിരിക്കുകയാണ്. വ്യക്തി കേന്ദ്രീകൃതമായി അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അത് ചിലപ്പോൾ പതറിപ്പോകും, അല്ലെങ്കിൽ വ്യക്തി സമ്മർദ്ദത്തിലാകുമെന്നുള്ള ഒരു തന്ത്രം ഇവർ പ്രയോഗിച്ചു നോക്കി. ആ തന്ത്രത്തിൽ MP രാജേഷ് വീണില്ല. കാര്യം സ്വന്തം കൈയുടെ ശുദ്ധിയെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടുള്ള ആ മറുപടി അത് മാപ്ര മേഖലയിലുള്ളവർക്കും വെളിച്ചമാകുന്ന അവസ്ഥയെത്തി. MP രാജേഷ് ഒരു ബൈ ഇലക്ഷന്റെ സമയത്ത് ഈ ഒരു അവസാന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. അതിന് പിന്നിൽ MP രാജേഷിന് കിട്ടിയ പണമാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. അതിനൊക്കെ ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ വേണമല്ലോ. അങ്ങനെയുള്ള രേഖകളൊന്നും, എന്ത് രേഖയുണ്ടെങ്കിലും അത് ഉയർത്തിക്കാട്ടി വാർത്താസമ്മേളനം വിളിക്കുന്ന ആളുകളാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല. എനിക്ക് അവരെ രണ്ടുപേരെയും വലിയ വിശ്വാസമാണ്. രണ്ടുപേരും ഒരു രേഖ പോലും ഇതുവരെ MP രാജേഷ് അഴിമതി കാണിച്ചു, MP രാജേഷ് പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രേഖ പോലും ഇതുവരെ പുറത്തുവിടാൻ പറ്റിയിട്ടില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും അവർ വിട്ടേനെ. വിടാതിരിക്കുമോ അരുൺ സാർ? തോന്നുന്നുണ്ടോ? ഒരു രേഖയും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അഴിമതി വിട്ടു, അഴിമതി എന്നുള്ള കാര്യമേ വിട്ടിട്ടുണ്ട്. സഭയിലേക്ക് ഈ വിഷയം വരുമ്പോഴും ഇനി ജലചൂഷണത്തെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വിശദമായി തന്നെ സംസാരിച്ചതാണ്. ആൻഡ്രൂ സാർ പറഞ്ഞതുപോലെ അവിടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്താതെ അവിടെയുള്ള ഭൂഗർഭ ജലചൂഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനിയിലേക്കുള്ള വെള്ളം എടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു റീസൺ അവിടെ കൊടുക്കേണ്ടതാണ്. അതുണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും ആ നാട്ടുകാർക്കൊപ്പമാണ്. പക്ഷേ ഇവിടെ അഴിമതി ആരോപിക്കും ആ അഴിമതിക്ക് കൃത്യമായി എന്താണ് അഴിമതി, ആർക്കിടയിൽ അഴിമതി നടന്നു? ഒയാസിസിൽ നിന്ന് നേരിട്ട് MP രാജേഷ് പണം വാങ്ങി പാലക്കാട്ടെ ബൈ ഇലക്ഷൻ ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ബൈ ഇലക്ഷൻ നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നുവെന്നൊന്നും MP രാജേഷ് കരുതി ഈ പണം വാങ്ങി ആ തെരഞ്ഞെടുപ്പ് ചെലവിനെ ഉപയോഗിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അത്രയേ ഉള്ളൂ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഏതിന് അഴിമതി എന്നൊരു വാക്കെടുത്ത് പുറത്തേക്ക് വിടും. തെളിവൊന്നും വേണ്ട. ഞങ്ങളുടെ കുറേ ഭാവനാ കഥകൾ, ഫയലിൻ്റെ നീക്കുപോക്ക്, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ചെകഞ്ഞുകൊണ്ട് വന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ തന്നെ ഒരു മസാല അഴിമതി കഥയുണ്ടാക്കി ഞങ്ങളുടെ സ്വന്തം മാപ്രകളിലൂടെ അങ്ങ് പുറത്തേക്ക് തള്ളും. ആ തള്ളൽ സർക്കാർ സമ്മർദ്ദത്തിൽ വഴങ്ങിയോ, വ്യക്തി സമ്മർദ്ദത്തിൽ വഴങ്ങിയോ, അതിനെ സംബന്ധിച്ച് ഉത്തരം പറയാതിരുന്നാൽ ഉത്തരം പറയുന്നില്ലേ, അഴിമതിയുടെ തെളിവാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാം. ഈ തന്ത്രങ്ങളെയൊക്കെയാണ് ഇന്നലെ പൊളിച്ചടുക്കി കൈ കൊടുത്തത്. അതോടുകൂടി ശുഭം. സകലമാന പേർക്കും ആ അഴിമതി വാചാടോപം എന്നതിനപ്പുറം ഒരു തെളിവുമില്ല. തങ്ങളുടെ ഫണ്ട് റൈസർ ആരുടെ, അതായത് സതീശൻ്റെയും ചെന്നിത്തലയുടെയും മാസപ്പണിക്കാർ, അവർ കൊടുത്ത സ്ക്രിപ്റ്റ്, അവർക്ക് മാസാമാസം ഈ നാട്ടിലെ നികുതിപ്പണത്തിൽ നിന്ന് കിട്ടുന്ന കോടാനുകോടി രൂപയുടെ സ്പിരിറ്റ് കച്ചവടം അത് മുടങ്ങിപ്പോയതിനു ശേഷം ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചാൽ വയറ്റത്തടിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ നാടിൻ്റെ പണത്തെ കർണാടകയിലെ സ്പിരിറ്റ് മാഫിയയ്ക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിവേദനമാണ് ഈ കേൾക്കുന്നതെന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകരിലുള്ളവർക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ടോ. വാചക കസർത്തല്ല,
തെളിവ് പുറത്തേക്ക് വിടുക എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് സുജയ പാർവതി വരെ എത്തിയെന്ന് പറയേണ്ടി വരികയാണ്.